നമസ്കാരം, എല്ലാവർക്കും സ്വയംവരം സീരിയലിന്റെ നാളത്തെ പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ രാജീവന് രാഗിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. രാഗിയുടെ വിഷമം, എൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വന്നു, എൻ്റെ രോഗവിവരത്തെ പറ്റി ആരെങ്കിലും അറിയൂ എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ ശ്രീജയാണെങ്കിൽ അമ്മിയമ്മയുടെ മനസ്സിലേക്ക് ഒരു പേടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് രാജീവനെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്നേഹമൊക്കെ അഭിനയിക്കുന്നതെന്നും അതുകൊണ്ട് അവിടെ പോയിസൺ കാണുമെന്നും രാഗി ഇല്ലാത്ത സമയത്ത് എന്നെ വിളിച്ചു പറയണമെന്നും നമുക്കവിടെ പരിശോധിക്കാമെന്നും അങ്ങനെ നമുക്ക് അവിടെ വല്ലതും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടെത്താം െന്നും പറയുന്നു. അമ്മിണിയമ്മ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. പിന്നീട് ജയരാമൻ രാഗിയെ വിളിച്ചിട്ട് പറയുന്നു, അമ്മയെക്കുറിച്ച് ഇതുവരെയും ഒരു വിവരവും കിട്ടിയിട്ടില്ല, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വരണം, അമ്മയെ കണ്ടെത്താൻ ഇനി എന്ത് ചെയ്യണമെന്ന് നമുക്കിരുന്ന് ആലോചിക്കാമെന്ന് പറയുന്നു. അതിനുശേഷം ആരതിയും വിളിക്കുക കേട്ടോ ചെയ്യുന്നത് രാഗിയെ, നീ എത്രയും പെട്ടെന്ന് നമ്മളൊന്ന് കണ്ട ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ആരതിയുടെ കൂടെയാണ് അമ്മയുള്ളത്, അമ്മയെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ പറയാനാണെന്നും പറയുന്നുണ്ട്. അങ്ങനെ രാഗി അങ്ങോട്ടേക്ക് വരാമെന്ന് പറഞ്ഞ് ചെല്ലുക കേട്ടോ ചെയ്യുന്നത്. അവിടെ ചെല്ലുമ്പോൾ ആരതി എല്ലാ സത്യങ്ങളും അറിഞ്ഞു കഴിഞ്ഞു. രാഗിക്ക് വലിയ അസുഖമാണെന്നും അത് രാഗി മറച്ചു വെച്ചിരിക്കുകയാണെന്നുള്ള സത്യം മനസ്സിലാക്കാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ആരതി പറയുന്നുണ്ട് രാഗിയുടെ അടുക്ക്, എന്തിനാ മോളെ നീ ഇത്രയും വലിയൊരു സത്യം എല്ലാവരിൽ നിന്നും മറച്ചു വെച്ചത്, നിനക്ക് ഇത്രയും വലിയൊരു അസുഖമുണ്ടെന്ന് പറയാതിരുന്നത് എന്താണെന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കാട്ടോ ചെയ്യുന്നത്. രാഗിക്കാണെങ്കിൽ അത് ആരതി അറിഞ്ഞതുകൊണ്ടുള്ള ടെൻഷനാട്ടോ, അസുഖത്തെ പറ്റിയുള്ള ടെൻഷനെക്കാട്ടിലും അയ്യോ അറിഞ്ഞല്ലോ ഇനി എല്ലാവരും അറിയുമോ എന്നുള്ള ടെൻഷനാവുന്നു. രാഗി ആകെ വെപ്രാളപ്പെടുവാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് രാഗി പറയുന്നുണ്ട്, ചേച്ചിയോട് ഇത് ആരാ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. എന്നോട് ഡോക്ടറാണ്, ഈ ഡോക്ടർ എൻ്റെ പരിചയക്കാരനാണെന്ന് പറയുന്നു. അമ്മ ഇവിടെ ഉണ്ടെന്നും അമ്മയ്ക്ക് സുഖമില്ലാഞ്ഞുകൊണ്ട് ഞാൻ അമ്മയെ അതായത് രാജേന്ദ്രേട്ടൻ കൊല്ലുമെന്നുള്ള പേടി കൊണ്ടും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണെന്നും പറയുന്നു. അപ്പോഴാണ് ഞാൻ ഈ വിവരം അറിഞ്ഞതെന്നും പറയുന്നു. മോളെ രാഖി എന്നും പറഞ്ഞ് കയ്യിൽ കയറി പിടിക്കുക കേട്ടോ ചെയ്യുന്നത്. രാഖി കൈ തട്ടി മാറ്റുന്നുണ്ട്. അപ്പോഴത്തേക്കും രാഖിയുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകുക കേട്ടോ ചെയ്യുന്നത്. രാഖി അപ്പോൾ പൊട്ടിത്തെറിക്കുക കേട്ടോ ചെയ്യുന്നത്. എന്താ ചേച്ചി ഇത്, എന്നെ നോക്കി കരയരുത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയാട്ടോ ചെയ്യുന്നത്. ചേച്ചി ഇത് ആരോടെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആരതി പറയുന്നുണ്ട്, ഇതുവരെ ഞാൻ ആരോടും പറഞ്ഞില്ല, പക്ഷെ ഇത് പറയണ്ടേ, രാജീവനും മറ്റുള്ളവരുമൊക്കെ ഈ വിവരം അറിയണ്ടേ രാഖി, എന്നാലല്ലേ നിനക്ക് നല്ലൊരു ചികിത്സ കിട്ടത്തുള്ളൂ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ തന്നെ രാഖി പൊട്ടിത്തെറിച്ച് പറയാട്ടോ ചെയ്യുന്നത്, വേണ്ട ആരും ഇനി ഒന്നും അറിയണ്ട, എനിക്കത് നിർബന്ധമാണെന്ന് പറയാട്ടോ ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ചേച്ചി ഇത് ആരോടും പറയരുത്, എനിക്ക് ഇപ്പോൾ തന്നെ സത്യം ചെയ്ത് തരണമെന്ന് പറയാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ആരതി മനസ്സോടെ നിൽക്കുക, എന്ത് ഈ രാഖി പറയുന്നത്, ഞാൻ ഇപ്പോൾ സത്യം ചെയ്ത് കൊടുക്കണമെന്നോ, ഇത് മറ്റുള്ളവർ അറിയേണ്ട കാര്യമില്ലെന്ന് ചിന്തിക്കുന്നുണ്ടോ. രാഖി എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല ഇത് ആരെയും അറിയിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോഴേക്കും ഡോക്ടർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഡോക്ടറിനോടും പൊട്ടിത്തെറിക്കാട്ടോ ചെയ്ത്, ഇത് മറ്റൊരാൾ അറിയരുതെന്ന് ഞാൻ പറഞ്ഞതല്ലേ, എന്തിനാണ് ഡോക്ടർ ഈ വിവരത്തെക്കുറിച്ച് ചേച്ചിയോട് പറഞ്ഞത്, അത് എന്നോട് ചെയ്ത നീതികേടല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. പക്ഷേ ആരെങ്കിലും ഇത് അറിഞ്ഞിരിക്കണ്ടേ രാഖി മാത്രം അറിഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ, രാഖിക്ക് വേണ്ടപ്പെട്ട ഒരാളെങ്കിലും ഇത് അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് പറയാട്ടോ ചെയ്യുന്നത്. രോഗിയോട് മാത്രം സംസാരിച്ചിട്ട് കാര്യമില്ല, രോഗിയുടെ ബന്ധുക്കളോടും സംസാരിക്കണം, അതും എൻ്റെ കടമയാണെന്ന് ഡോക്ടർ പറയുന്നുണ്ട് കേട്ടോ. മതി, ഇതോടുകൂടി നിർത്തിക്കോ, ഇനി മൂന്നാമത് വേറൊരാൾ ഇത് അറിയാനായിട്ട് ഇടവരുതെന്നും നമ്മൾ മാത്രമേ ഇത് അറിയാൻ പാടുള്ളൂ എന്നും രാഖി ചട്ടം കെട്ടുകേട്ടോ ചെയ്യുന്നത്. എന്താ രാഖി ഈ പറയുന്നതെന്ന് ആരതി ചോദിക്കുമ്പോഴത്തേക്കും, ഇതാ എനിക്ക് പറയാനുള്ളത്, ചേച്ചി ഇതനുസരിച്ചേ മതിയാവത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ ആരും എൻ്റെ ജീവനോട് കാണില്ല എന്നും ഞാൻ എന്നേക്കുമായി എങ്ങോട്ടെങ്കിലും പോകുമെന്നും പറയാട്ടോ ചെയ്യുന്നു. രാഖി നീ എന്നെ ധർമ്മസങ്കടത്തിലാക്കലെന്ന് ആരതി പറയുന്നു. അവസാനം രാഖിയുടെ വാശിക്ക് മുമ്പിൽ ആരതിക്ക് വഴങ്ങേണ്ടി വരികട്ടോ ചെയ്യുന്നത്. എന്തായാലും ആരതി സത്യങ്ങളെല്ലാം അറിയുന്നുണ്ട്. ഉറപ്പായിട്ടും ആരതിക്ക് അധിക നാളൊന്നും പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. ഈ സത്യങ്ങളെല്ലാം രാജീവനെ ആരതി അറിയിക്കുന്നതും കാണാൻ കേട്ടോ. അപ്പോൾ രാജീവനിലുണ്ടാകുന്ന ആ ഒരു മാനസിക സംഘർഷം വലുത് തന്നെ ആയിരിക്കും. രാഖിയോടുള്ള സ്നേഹം രാജീവൻ അത്രത്തോളം വലുതാണ് കേട്ടോ. എന്തായാലും ആരതിയുടെ കൂടെയുണ്ട് ലളിതാമ്മ, അത് ഉറപ്പായിട്ടുണ്ട് കേട്ടോ.